പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ബി ജെ പിയിൽ ചെന്നങ്ങ് കേരളത്തിൽ വലിയ സ്ഥാനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാം എന്ന് കരുതിയെങ്കിൽ ഷോൺ ജോർജിന് അടിതെറ്റിയിരിക്കുകയാണ്. ഷോൺ ജോർജ് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായി പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയ കന്യാസ്ത്രീകളെ ആശ്വസിപ്പിക്കാനും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് പൊളിറ്റിക്കൽ സ്റ്റണ്ടിന് വേണ്ടി ശ്രമിച്ചപ്പോൾ നാട്ടുകാരുടെ മുഴുവൻ ട്രോളുകൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള ഷോൺ ജോർജ് ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഒക്കെ BJP ടിക്കറ്റിൽ നിന്നായിരിക്കും മത്സരിക്കുക. പക്ഷേ ഷോൺ ജോർജിന് ഒരു സ്വതന്ത്രനായി അതല്ലെങ്കിൽ ജനപക്ഷ സെക്യുലർ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിക്കുമ്പോൾ കിട്ടുന്ന വോട്ടിൻ്റെ പകുതി പോലും കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഷോൺ ജോർജിനെ അലട്ടുന്നുണ്ട്. എന്നാൽ BJPയിൽ ഉണ്ടായിരിക്കുമ്പോൾ കൃത്യമായും തൻ്റെ അച്ഛനായിട്ടുള്ള പി സി ജോർജ് പറയുന്ന വങ്കത്തരങ്ങളും വിടുവായുത്തരങ്ങളും ഇരു കൈയും നീട്ടി അംഗീകരിക്കുന്നവരാണവർ. അവരുടെ മുസ്ലിം വിരോധം എല്ലാ രീതിയിലും കൊഴുപ്പിക്കാൻ കഴിയും എന്ന ഒരേ ഒരു അജണ്ടയുടെ പുറത്താണ് മുന്നോട്ട് പോകുന്നത്. പൂഞ്ഞാറിലെ ഈരാട്ടുപേട്ടയിൽ എല്ലാ തരത്തിലും പി സി ജോർജ് കുറേ അധികം മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ വെറുപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അവരെ പുളിച്ച പുലഭ്യം പറയുകയും അവരുടെ കച്ചവടത്തെക്കുറിച്ച് ഏറ്റവും മോശമായ രീതിയിൽ, അതും പല രീതിയിലുള്ള പൊടികളിട്ടാണ് അവർ കച്ചവടം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ താറടിക്കുകയും ചെയ്തതാണ്, നമ്മൾ കണ്ടതുമാണ്. ഏതായാലും ഷോൺ ജോർജിനെതിരെ കൃത്യമായി ഇപ്പോൾ ക്രൈസ്തവ സഭകൾ വരെ നീങ്ങുകയാണ്. നിർബന്ധിത മതപരിവർത്തനമെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്തപ്പോൾ കൂടെ കൂടാൻ ശ്രമിക്കുന്നു. ഇയാൾ BJP കാരനെന്ന് പറയുന്നു. ഇയാളുടെ സ്വന്തം ഭാര്യയായ ജഗദീഷ് ശ്രീകുമാറിൻ്റെ മകളായ പാർവതിയാണല്ലോ മതപരിവർത്തനം നടത്താൻ നിർബന്ധിച്ചത്. അതിൻ്റെ ന്യായവാദം പറഞ്ഞത് പി സി ജോർജ് പറഞ്ഞത് മരണശേഷം കല്ലറ ഒരുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചില ആചാര ചടങ്ങുകൾ പിൽക്കാലത്ത് സംഭവിക്കുമല്ലോ, അപ്പോൾ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരു ഇടവകയിലായിരിക്കുന്നത് നല്ലതല്ലേ, ഇങ്ങനെയൊക്കെയാണ് ഇതിന് ന്യായീകരണം തട്ടിവിടുന്നത്. അവനവൻ വിശ്വസിക്കുന്ന മതത്തിലോ അല്ലെങ്കിൽ അവനവൻ വിശ്വസിക്കുന്ന സമൂഹത്തിൻ്റെ പരിച്ഛേദമായോ ഒക്കെ ജീവിക്കാൻ പോലും അനുവദിക്കാത്ത ഏറ്റവും സങ്കുചിത ചിന്താഗതിയുള്ള പി സി ജോർജും കുടുംബവുമാണ് മറ്റുള്ളവരെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിമർശനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഹിന്ദു പെൺകുട്ടികളെ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു നുണക്കഥ അങ്ങ് പടച്ചു വിടുകയാണ്. ഇത്രയും തീവ്രമായ രീതിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് റിക്രൂട്ട് ചെയ്ത് സിറിയയിലേക്കും മറ്റും അവരെ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിത്രീകരിച്ചതാണത്രേ ജൂറിക്ക് ഏറ്റവും സംഭവബഹുലമായി തോന്നിയത്. ഇവിടെയാണ് ഷോൺ ജോർജിൻ്റെയും BJPയുടെ ഇരട്ടത്താപ്പ് പൊളിച്ചെടുക്കുന്നത്.